എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള PLC, VFD, HMA ഇതൊക്കെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അതുപോലെ വയറിംഗ് ചെയ്യും. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോയാലോ. നമ്മൾ ഡെൽറ്റ PLCയിൽ ടൈമർ ഉപയോഗിക്കാറുണ്ട്. നോർമലി നമ്മൾ ഓൺ ഡിലെ ടൈമർ, ഓഫ് ഡിലെ ടൈമർ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മളിന്ന് ടൈമറിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്ന ടൈമർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ടൈമറാണ്. ടൈമറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അതുപോലെ നമ്മൾ ഇന്ന് നോക്കുന്നത് സ്പെഷ്യൽ ടൈപ്പ് ടൈമർ ആണ്, അതായത് റിട്ടേൺ ടൈമർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ എന്താണ് റിട്ടേൺ ടൈമർ നമുക്ക് നോക്കിയാലോ. അതായത് നമ്മൾ സാധാരണയായിട്ട് പ്രോഗ്രാം എല്ലാം ചെയ്തു, അല്ലെങ്കിൽ റിട്ടേൺ ടൈമർ, അതായത് നമ്മളൊരു ലോഡ് കണക്ട് ചെയ്യുവാണ്. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സോളിനോയിഡ് വാൽവ് ഒരു 10 സെക്കൻഡ് ടൈമിലേക്ക് ഞാൻ റിട്ടേൺ ടൈമർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെച്ചിരിക്കുന്ന ഒരു 10 സെക്കൻഡ് ടൈമറാണ് റിട്ടേൺ ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു 5 സെക്കൻഡിൽ നമ്മുടെ പവർ ഫെയിലിയർ ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് നമ്മൾ പവർ എല്ലാം ഓൺ ചെയ്ത് ആ 5-ൽ നിന്ന് വേണം നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ആവാൻ വേണ്ടി. നോർമൽ ടൈമർ ഒക്കെ നമ്മൾ പവർ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പോകും, അതായത് 0-ൽ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ടൈമർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സോളിനോയിഡ് വാൽവ് എടുക്കുവാണ്. അത് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. 10 സെക്കൻഡിന് മുന്നായിട്ട് പവർ ഫെയിലർ ആയിട്ടുണ്ട്. അത് എത്ര സെക്കൻഡ് ആണെന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കാം. അപ്പൊ അതിനുശേഷം ഞാൻ അഗൈൻ പവർ ഓൺ ചെയ്തതിനു ശേഷം അവിടെ തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ PLC ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് PLC, VFD, HMA. അപ്പൊ അത് ആദ്യം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ ടോപ്പിക്കിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ എങ്ങനെയാണ് റിട്ടേൺ ടൈമർ ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഡ്, ഒരു ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഒരു ലോഡ് കൊടുക്കുന്നുണ്ട്, ആ ലോഡ് ട്രിഗർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പവർ ഫെയിലിയർ ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ നോക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പ്രോഗ്രാം ചെയ്യുന്നതിനായിട്ട് നമ്മൾ WPL സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പുതിയ പ്രോഗ്രാം ആയതുകൊണ്ട് ഫയൽ ന്യൂ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടൈറ്റിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം എന്താണോ അതിന് ടൈറ്റിൽ നിങ്ങളുടെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ടൈമർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ PLCയിൽ ഏത് മോഡലാണ് PLC, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് SA2 ആയതുകൊണ്ട് SA2 സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് അതിന് മുന്നായിട്ട് ആദ്യം സിമ്പിൾ പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അതായത് സിമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നോർമൽ ടൈമർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈമർ പ്രോഗ്രാം ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് റിട്ടേൺ ടൈമറും നോർമൽ ടൈമറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ഗ്രീൻ ലൈറ്റിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് എത്ര സെക്കൻഡിന് ശേഷം ഓഫ് ആവുന്നു, ആ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ ഗ്രീൻ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനായിട്ട് പ്രോഗ്രാം ചെയ്താലോ. ഇപ്പൊ നോർമൽ ടൈമർ ഓൺ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ ഉപയോഗിക്കുന്നുണ്ട്. പുഷ് ബട്ടൺ ഞാൻ X0 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈമർ, നോർമൽ ടൈമർ ആയതുകൊണ്ട് ജസ്റ്റ് TMR T0, അതുപോലെ 10 സെക്കൻഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടൈമർ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ടൈമറിന്റെ ഒരു NO കോണ്ടാക്ട് നമുക്ക് എടുക്കാം. അതിനായിട്ട് LD T0 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഔട്ട്, നമ്മൾ ആ പറഞ്ഞ ഗ്രീൻ ലൈറ്റിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യാം. അതിനെ ഔട്ട് Y0-ലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്യാം. കോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊന്ന് PLC-യിലേക്ക് അപ്ലോഡ് ചെയ്യാം. PLC-യിലേക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ പറ്റും, ഞാനിവിടെ ഓൺലൈൻ മോഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ PLC-യിലെ ടൈമിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. മാനുവലി ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടും അതുപോലെ ഡിസ്പ്ലേയിലും കാണാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ടൈമർ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മൾ നോർമൽ ടൈമറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അത് ഞാൻ പുഷ് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പൊ എന്റെ പവർ ഫെയിലിയർ ആയി നോക്കിക്കും. ഞാൻ കൈ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടൈമർ റീസെറ്റ് ചെയ്യുന്നത് 0-ലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. 100 റീച്ച് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് എന്റെ ഔട്ട്പുട്ട്, അതായത് Y0 എന്ന് പറയുന്ന ആ ഒരു ലൈറ്റ്, ഗ്രീൻ ലൈറ്റ് ഓൺ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കൈ എടുക്കുവാണെന്നുണ്ടെങ്കിൽ പവർ ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ടൈമർ റീസെറ്റ് ആവും, 0-ലേക്ക് പോകും. ഇതാണ് നമ്മുടെ നോർമൽ ടൈമർ. ഇനി റിട്ടേൺ ടൈമർ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഓഫ്ലൈൻ മോഡിലേക്ക് പോകാം. ഓഫ്ലൈൻ മോഡിൽ പോയതിനു ശേഷം ഇതാണ് നമ്മുടെ ടൈമർ. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ 3 ഡോട്ട്സ് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ടൈമറിന്റെ ആ ഒരു സ്പെസിഫിക്കേഷൻ പേജുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ടൈമർ, അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഡിവൈസ് റേഞ്ച് കാണാൻ പറ്റും. അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് PLC-യിലൂടെ കാണാൻ പറ്റും. നമ്മൾ ഏത് PLC ആണ്, എന്റെ SA2 ആണ്, അതുകൊണ്ട് ഞാൻ SA2 പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ SA2 സീരീസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ടൈമറിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ T എന്ന് പറഞ്ഞ ടൈമർ, അതുപോലെ 3 ടൈപ്പ് ടൈമർ ഉണ്ട്. അതായത് 100 മില്ലി സെക്കൻഡിന്റെ ടൈമർ ഈ റേഞ്ചിൽ വരുന്നുണ്ട്, 10 മില്ലി സെക്കൻഡിന്റെ ഈ റേഞ്ചിൽ വരുന്നുണ്ട്, അതുപോലെ 1 മില്ലി സെക്കൻഡ് ടൈമറാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ 100 മില്ലി സെക്കൻഡില് നമ്മൾ റിട്ടേൺ ടൈമറിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ അത് എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കിയാൽ ഈ അക്യുമുലേറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 250 250 തൊട്ട് 255 വരെയുള്ള ടൈമറാണ് നമുക്ക്
SA2 മോഡലിൽ അവർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്പർ, ടൈമറിന്റെ ഒരു കോൺടാക്ട് നമ്പർ. അപ്പൊ നമ്മൾ ഈ നമ്പർ വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് T250 നമുക്ക് സെലക്ട് ചെയ്താലോ? അതിനായിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ T250 കൊടുക്കാം. ഓക്കെ, T250 സ്പേസ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിട്ടേൺ ടി ടൈമർ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് T250 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ടൈമർ നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റീസെറ്റ് ചെയ്യാനായിട്ട് ഒരു റീസെറ്റ് ബട്ടൺ കൂടെ കൊടുക്കാം. അതിനായിട്ട് LDX1 എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ RST, ഏത് ടൈമർ നമ്മുടെ റീസെറ്റ് ആവേണ്ടത്? T250 ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? PLCയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. PLCയിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓൺലൈൻ മോഡിലേക്കും കൂടെ വെക്കാം. അപ്പൊ നമുക്ക് ഡിസ്പ്ലേയിൽ കറക്റ്റ് ടൈമിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഈ സൈഡിൽ കാണുന്ന പ്രാക്ടിക്കൽ വ്യൂ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പുഷ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ടൈമർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പവർ ഫെയിലർ ആയി കൂട്ടിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു 50 സെക്കൻഡ് വരേക്കും നമ്മുടെ ആ ടൈമർ അവിടെ നിന്ന് തൊട്ട് എനിക്കും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ എഗൈൻ നമ്മുടെ പവർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ടൈമർ വർക്ക് ആവുന്നുണ്ട്. നമ്മൾ 10 സെക്കൻഡ് വരുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ആവുന്നുണ്ട്. കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈമർ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അതുപോലെ റീസെറ്റ് കൊടുക്കാനായിട്ട് ഞാൻ പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റീസെറ്റ് കൊടുക്കുവാണെങ്കിൽ എന്റെ ടൈമർ റീസെറ്റ്. അതുപോലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പുഷ് ബട്ടൺ ആയതുകൊണ്ടാണ് നമുക്ക് പിടിച്ചിരിക്കേണ്ട ആവശ്യം വരുന്നത്. അതുപോലെ നമ്മൾ മെമ്മറി ബിറ്റ്, അതുപോലെ ഹോൾഡിംഗ് സർക്യൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പിടിക്കേണ്ട ആവശ്യം വരുന്നത്. ഇപ്പൊ നമ്മുടെ പവർ ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ടൈം എത്ര സെക്കൻഡ് ആയി എന്നുള്ളത്. അതിനുശേഷം പവർ വന്നു കഴിഞ്ഞാൽ എഗൈൻ അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നോർമൽ ടൈമറും റിട്ടേൺ ടി ടൈമറും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള PLC VFD ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.